നമസ്കാരം. നിഫ്റ്റി ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചാണ്. ഓപ്ഷൻ സെല്ലിങ്ങിൽ തന്നെ നാക്ഡ് ഓപ്ഷൻ സെല്ലിംഗ് എങ്ങനെ ചെയ്യാം, അതിനകത്ത് നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ്, എന്താണ് നേക്ഡ് ഓപ്ഷൻ? നേക്ഡ് ഓപ്ഷൻ പറഞ്ഞാൽ ഒരു കോൾ ഓപ്ഷനോ ഒരു പുട്ട് ഓപ്ഷനോ സെല്ല് ചെയ്ത് അതിനെ മറ്റു പൊസിഷൻസായിട്ട് ഹെഡ്ജ് ചെയ്യാതെ നേക്ഡായിട്ട് തന്നെ പൊസിഷനായിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നേക്ഡ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് നേക്ഡ് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യൂ വേണം. മാർക്കറ്റ് അപ്പിലോട്ട് പോവോ ഡൗണിലോട്ട് പോവോ എന്നുള്ളൊരു വ്യൂ വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് വ്യൂ ഉണ്ടാവുകയെന്ന്. അതിന് നല്ലൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്കിംഗ് പേഴ്സൺ ആണ്. ഞാൻ ഇതൊരു മന്ത്ലി പൊസിഷനാണ്. അതുകൊണ്ട് ഒരുപാട് സ്ക്രീൻ ടൈം എനിക്ക് ചിലവഴിക്കേണ്ടതില്ല. എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്ക് തുടരാവുന്ന സ്ട്രാറ്റജിയാണ്. നല്ല പ്രോഫിറ്റബിൾ സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ ഇത് മന്ത്ലിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്ക് ഇൻട്രാഡേയിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ടത്ര സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. മന്ത്ലിയിലാണ് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഡിസംബർ എൻഡിൽ 24,150 PE ഞാൻ സെല് ചെയ്തിട്ടേക്കുന്നതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ മാർക്കറ്റ് അപ്പ് ആണെന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു നാക്ഡ് ഓപ്ഷൻ അതിനെ ഒന്നായിട്ട് ഹെഡ്ജ് ചെയ്തിട്ടില്ല, ഞാൻ സെല് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് എങ്ങനെ സെല് ചെയ്ത് വെക്കാൻ അങ്ങനെ വ്യൂ ഉണ്ടായി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഇത് നമ്മൾ സെല് ചെയ്ത് വെച്ചേക്കുന്നത് 288.25 രൂപക്കാണ്. സോ ഇപ്പോൾ 4,000 രൂപ പ്രോഫിറ്റിലാണ് ഇത് നിൽക്കുന്നത്. 4,000 രൂപ എന്ന് പറയുമ്പോൾ മോർ ദാൻ 45% പ്രോഫിറ്റ്. ഒരു ട്രേഡിങ്ങിൽ 45% പ്രോഫിറ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രോഫിറ്റാണ്. ഇനി അത് എത്ര ദിവസം വരെ ഇത് ഞാൻ ഹോൾഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല. ഇപ്പോൾ ഇതിപ്പോൾ 127 രൂപ എത്തിയില്ല. പിന്നെ ഇത് 100 രൂപയിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ പകുതി 50%, 288ൻ്റെ 50% 144 രൂപ. 144 രൂപയിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ 144 പോയിട്ടില്ലാതെ 100ന് താഴത്തോട്ട് 80, 70 അങ്ങനെ പോവുകയാണെങ്കിൽ അത് മാക്സിമം എടുത്തിട്ട് ഞാൻ എക്സിറ്റ് ആവും. ഇനി അഥവാ മാർക്കറ്റ് ഞാൻ ചിന്തിക്കുന്നതിൻ്റെ വിപരീത രീതിയിൽ, അങ്ങനെ മാർക്കറ്റ് നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 50% പ്രോഫിറ്റ് നമ്മൾ സെക്യൂർ ആയിട്ട് വെക്കും. ഇനി എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രേഡിങ്ങിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാമെന്നുള്ളത് ഞാനത് ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മന്ത്ലി പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡേ ട്രേഡിങ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഡേ ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം ആഡ് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജീസേ കൂടുതൽ വർക്ക് ആവുള്ളൂ. അപ്പോൾ സിമ്പിൾ മൂവിങ് ആവറേജ് എടുക്കുക. ഇതിൻ്റെ സെറ്റിങ്സിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. നമ്മൾ തന്നെ വലിയ ടൈം ഫ്രെയിം ആയതുകൊണ്ട് 200 ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഇൻഡിക്കേറ്ററും കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പേര് സ്മാർട്ട് മണി കൺസെപ്റ്റ്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഒരു വ്യൂ, നമുക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, നമുക്കൊരു വ്യൂ വേണം എന്നുള്ളത്. ആ വ്യൂ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്, മാർക്കറ്റ് അപ്പാണ് എന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ഇപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് എൻ്റെ വ്യൂ. ഓക്കെ അല്ലേ? ഒരാൾക്കൊരു സംശയം തോന്നാത്ത രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സംഭവമാണ് ഈ 200 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട്. ഈ ലോങ് റണ്ണിങ്ങിൽ, അതായത് മന്ത്ലി സ്ട്രാറ്റജിയിലൊക്കെ, 1 ഡേ ക്യാൻഡിൽസിലൊക്കെ 200 മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഹെവി സപ്പോർട്ടാണ്, റെസിസ്റ്റൻസ് ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റ് പ്രകാരമുള്ള നമുക്ക് ഇവിടെ ഒരു ആഡഡ്, അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു വ്യൂ ആണ് മാർക്കറ്റ് അപ്പ് ആവും എന്നുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, CH ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ഓഫ് ഇതിൻ്റെ വീഡിയോ വേണം ഞാൻ പിന്നീട് ചെയ്തു തരാം കേട്ടോ. സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്ന ഇവിടെ ഇനി, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഡൗൺ ട്രെൻഡ്
അവസാനിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഗോസ് അപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു വ്യൂ പ്രകാരം മാർക്കറ്റ് അപ്പിലോട്ട് പോകുന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആയി പോകും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, അടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ലോങ് റണ്ണിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു സപ്പോർട്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യുക, പരിഗണിക്കാവുന്നതാണ് എൻട്രി എടുക്കുന്ന സമയത്ത്. ഞാൻ ഇതൊക്കെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഇമ്മീഡിയറ്റ്, ഇപ്പം ഇത് വരുമ്പോൾ തന്നെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് നമ്മുടെ സ്മാർട്ട് മണി കൺസെപ്റ്റ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു റെസിസ്റ്റൻസ്. പക്ഷേ ആ റെസിസ്റ്റൻസ് അത്ര വെരി വീക്ക് റെസിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നേക്ഡ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ വളരെ കാരണം ഒറ്റ ലെഗല്ലേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ നമുക്ക് വേണ്ടത് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു വ്യൂ ആണ്. അത് ഈ രീതിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി വേറെയും ഒരുപാട് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ സ്മാർട്ട് മണി കൺസെപ്റ്റ് വേണമെന്നില്ല. അപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്ക് മാക്ഡി ഉപയോഗിച്ച് നോക്കാം. മാക്ഡിയിൽ എന്താ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. MACD, മൂവിങ് ആവറേജ് കൺവീനിയൻസ് ഡൈവേർജൻസ്. ഇതുണ്ടോ, സോറി, ഇവിടെ കറക്റ്റായിട്ട് ഒരു ക്രോസിങ് കണ്ടോ? ഈ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് ഒരു ക്രോസിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? കറക്റ്റ് ഇവിടെ ഒരു ക്രോസിങ് വന്നു, MACDയിൽ ക്രോസിങ് വന്നു. ഇവിടെ 200 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട്, അതേമാതിരി തന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ സപ്പോർട്ട്, ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട്. ഈ രീതിയിലൊക്കെ നോക്കിയിട്ട് ഇതെന്താണെന്നറിയോ, ഏത് സ്ട്രാറ്റജി ആയാലും ഇപ്പോൾ ഈ മന്ത്ലി ഈ ഡേ ക്യാൻഡിലൊക്കെ ആകുമ്പോൾ അക്യൂറസി കൂടി ഇൻട്രാഡേനെ പോലെയല്ല. അപ്പം ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വ്യൂ ഇതാണ്. ഞാനിങ്ങനെ വ്യൂ ഉണ്ടാക്കിയെടുക്കുന്നു, മാർക്കറ്റ് അങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുന്ന എൻ്റെ ഒരു വ്യൂ ഇതാണ്. അങ്ങനെ എടുത്തു വെച്ചേക്കുന്ന ഒരു ട്രേഡാണിത്. അങ്ങനെ അതിൽ 4000 രൂപ ഓൾറെഡി പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതാണ് എനിക്കുള്ളൊരു മോട്ടിവേഷൻ. ഓക്കെ, ഐ ആം സൈനിങ് ഓഫ് ഹിയർ.